ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ വെക്കേഷന് പോവാണ്. ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മളിപ്പോൾ മുംബൈ എയർപോർട്ടിലാണ്. വീട്ടിൽ നിന്ന് രാവിലെ 3 മണിക്ക് ഇറങ്ങിയതാണ്. ഒരു 4 മണിയായപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. ഡിസംബർ 25-നാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്തത്. അപ്പോൾ രാവിലെ തന്നെ ഒരു കാപ്പി കുടിച്ചിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് വലിയ വേണമെന്ന് തോന്നിയില്ല, എന്നാലും ആ മൊത്തത്തിൽ മണമൊക്കെ അടിച്ചപ്പോൾ ഒന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എവിടേക്കാണ് പോകണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും, എന്നാലും ഞാൻ പറയാം. നമ്മൾ രാജസ്ഥാനിലെ ഉദയ്പൂരിലേക്കാണ് കേട്ടോ പോണത്. ഒരുവിധം എല്ലാവരും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാവുമല്ലോ ഉദയ്പൂരും ജയ്പൂരും. അങ്ങനെ രാജസ്ഥാനിൽ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ. എയർപോർട്ടിൽ ഇരിക്കുമ്പോൾ നാട്ടിലേക്കാണോ പോകണമെന്ന് ഇങ്ങനെ അറിയാതെ തോന്നട്ടോ. കാരണം എപ്പോഴും നമ്മൾ ഇവിടുന്ന് കോഴിക്കോടേക്കല്ലേ പോവാറ്. സാധാരണ ഏട്ടൻ തന്നെയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ ടൂർ പോകുമ്പം അതിൻ്റെ കാര്യങ്ങൾ, സ്റ്റേ ആയിക്കോട്ടെ, അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാറ്. അപ്പോൾ ഇത് നോർത്ത് ഇന്ത്യ ആയത് കാരണം നമ്മൾ ആദ്യത്തെ ട്രിപ്പാണ് നോർത്ത് ഇന്ത്യയിലേക്ക്. അപ്പോൾ ഒരു ഫ്രണ്ട് വഴിയാണ് കേട്ടോ നമ്മളെല്ലാതും ബുക്ക് ചെയ്തതും. അതുകൊണ്ട് ഒന്നും അറിയേണ്ടി വന്നില്ല. എത്തി ഗൈസ്, രാജസ്ഥാൻ എത്തി ഗൈസ്. ഒരു മണിക്കൂറും 10 മിനിറ്റും എടുത്തോളൂ കേട്ടോ നമുക്ക് ഉദയ്പൂരിൽ എത്താൻ വേണ്ടിയിട്ട്. ഒരു ചെറിയ എയർപോർട്ടാണ് കേട്ടോ ഇവിടെ. എയർപോർട്ടിൽ നിന്ന് ഉദയ്പൂരിലേക്ക് ഒരു മണിക്കൂർ ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഹോട്ടലിൽ എത്തലും ലഗേജ് വെക്കലും നേരെ ഭക്ഷണം കഴിക്കാനാണ് വന്നത്. ഭയങ്കര വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു വെജ് റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കയറിയത്. പനീറിൻ്റെ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു കേട്ടോ. അവിടെ ഉണ്ടായിരുന്നു മലയാളി ഫാമിലി, നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പാലക്കാട് നിന്ന് ഒരു ടീമായിട്ട് വന്നതാണ് തോന്നുന്നത്. അങ്ങനെ ഉദയ്പൂരിൽ എത്തിയിട്ട് നമ്മൾ ആദ്യം പോയത് ഗുലാബാഗ് റോഡിലുള്ള ഈ ഒരു കാർ മ്യൂസിയത്തിലാണ് കേട്ടോ. വെറും കാർ മ്യൂസിയം എന്ന് പറഞ്ഞാൽ പോരാ, റോയൽ വിൻറ്റേജ് കാർ മ്യൂസിയം തന്നെ പറയണം. ഇവിടുത്തെ രാജാക്കന്മാർ പണ്ട് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന 20ഓളം കാറുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. 400 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റിന്റെ പ്രൈസ് വരുന്നത്. ഏട്ടനും ഉണ്ണിയും നടന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് അത്ര അങ്ങോട്ട് ദഹിച്ചില്ല. ഞാൻ പിന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഓരോ കാറിലും അത് ഏത് വർഷമാണ് ഉണ്ടാക്കിയത്, അതിന്റെ ഒറിജിനൽ ലോഗോ വരെ അതിലുണ്ട് കേട്ടോ. ഈ കാണുന്ന മിക്ക കാറുകളും ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത. പല മൂവിയിലേക്കും വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോകാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. ഉദയ്പൂരിൽ ഞാൻ പോയ സ്ഥലത്ത് എല്ലായിടത്തും നമുക്ക് ഗൈഡുകൾ കിട്ടും കേട്ടോ. അപ്പം നമുക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷനും അവർ പറഞ്ഞു തരുവേ. ജെയിംസ് ബോണ്ടിന്റെ മൂവിയിലേക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് കാറുകളൊക്കെ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. സോളാറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റിക്ഷകളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ. ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യായിരുന്നു പണ്ട് രാജാവും രാജ്ഞിയും ഒക്കെ പോയതൊക്കെ എങ്ങനെയാകും കാറിലൊക്കെ ഇരുന്നിട്ട്. ഞാൻ മാത്രമല്ല, ഇതൊക്കെ കാണുമ്പോൾ ആരായാലും അതൊക്കെ ഒന്ന് ആലോചിച്ച് പോകും. ഇന്ത്യൻസിനെക്കാട്ടും കൂടുതൽ ഫോറിനേഴ്സ് ആണ് കേട്ടോ ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് വരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇത് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ ഉദയ്പൂരിൽ. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് സിറ്റി പാലസിലേക്കാണ്. ഇവിടെ ഒരാൾക്ക് 400 രൂപയാണ് കേട്ടോ ടിക്കറ്റിന്റെ കാശ് വരുന്നത്. അപ്പോൾ ടോയ് ട്രെയിനിലൊക്കെ കയറിയിട്ട് നമ്മളിത് മെയിൻ ഗേറ്റിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കേട്ടോ ടിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഉള്ളിലേക്ക് കടത്തുക. സീ ലെവലിൽ നിന്ന് ഏകദേശം 2000 അടി ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു സിറ്റി പാലസ് ഉള്ളത്. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളൊക്കെ അന്തം വിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ 2 കണ്ണുകളൊന്നും മതിയാവണില്ല ഇതൊന്നും ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട്. 1559 മഹാറാണ ഉദയ് സിംഗ് ആണ് കേട്ടോ ഈ ഒരു കൊട്ടാരം നിർമ്മിച്ചത്. രാജസ്ഥാനിലെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിൽ ഒന്നാണ് കേട്ടോ ഇത്. ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കൊട്ടാരം ഒരു സുരക്ഷിത സ്ഥാനമായിട്ട് മാറി എന്നാണ് കേട്ടോ പറയുന്നത്. ഇവിടുത്തെ ആയുധശേഖരങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ പണ്ട് ഓം നമ ശിവായിലൊക്കെ കാണാറുണ്ടായിരുന്നില്ല, യുദ്ധ സമയത്ത് ഓരോരോ ആയുധങ്ങൾ ഇങ്ങനെ കയ്യിൽ വരുന്നതൊക്കെ. അതാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. മഹാറാണ ഉദയ് സിംഗിന്റെ മകനായ മഹാറാണ പ്രതാപാണ് കേട്ടോ ഇവിടുത്തെ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരി ആയിരുന്നത്. മുഗൾ ഭരണാധികാരിയായ അക്ബറിനോടും അക്ബറിന്റെ മകനായ ജഹാംഗീറിനോടൊക്കെ യുദ്ധം ചെയ്തിട്ട് ജയിച്ചിട്ടുള്ള ഒരേ ഒരു ഭരണാധികാരിയാണ് നമ്മളെ മഹാറാണ പ്രതാപ് എന്നാണ് കേട്ടോ പറയുന്നത്. അദ്ദേഹത്തിനെ പോലെ തന്നെ പ്രശസ്തനാണ് അദ്ദേഹത്തിന്റെ കുതിരയായ ചേതക് കേട്ടോ. ആ കുതിരേന്റെ പ്രതിമ നമുക്ക് ഈ സിറ്റി പാലസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പാലസിൽ മാത്രമല്ല ഉദയ്പൂർ സിറ്റിയിലും അതെ, നിറയെ നമുക്ക് വെളുത്ത കളറുള്ള ഒരു കുതിരയെ നമുക്ക് കാണാം കേട്ടോ. ഈ കൊട്ടാരത്തിൽ നമ്മൾ ഓരോ മുറിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഇടയിൽ വലിയ വലിയ കമാനങ്ങൾ നിറയെ ഉണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് ഇപ്പൊ എനിക്ക് തന്നെ ഓർമ്മയില്ല, അത്രയുണ്ട്. ഓരോരോ കമാനങ്ങൾ കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ആ മുറിയിലേക്ക് പോകും തോറും നമ്മൾ ആദ്യം കണ്ടതാവില്ല കേട്ടോ അടുത്തതിൽ കണ്ടതാവില്ല പിന്നെ കാണുന്നത്. അത്രയും വ്യത്യസ്തമാണ്. ഈ ഒരു കൊട്ടാരം രൂപകൽപ്പന ചെയ്തത് അല്ലെങ്കിൽ ഏത് ശൈലിയിലാണെന്ന് ചോദിച്ചാൽ ഒരു പേർഷ്യനും രാജസ്ഥാനിയും യൂറോപ്യനും ഒക്കെ ഒരു മിക്സ് ആയിട്ടാണ് വരുന്നത്. സിറ്റി പാലസിന് ഇപ്പോൾ ഒരു 3 ഭാഗങ്ങളായിട്ടാണ് കേട്ടോ ഉള്ളത്. അതിലൊന്ന് നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണില്ലേ, അങ്ങനെയുള്ളൊരു ഭാഗമുണ്ട്. അതല്ലാണ്ട് ഹെറിറ്റേജ് ഹോട്ടൽസും ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ രാജവംശത്തിൻ്റെ പേര് മേവർ എന്നാണ്. അപ്പോൾ ആ കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു ഗ്ലാസ് വർക്കും മിറർ വർക്കും ഒക്കെ കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയിട്ടോ. ഇങ്ങനെയുള്ള നിറയെ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. 400 വർഷം പഴക്കം ഉണ്ട് എന്നുള്ളത് നമ്മൾ പിന്നെയും നമ്മൾ അത് ആലോചിക്കേണ്ടതാണ്.
അടുത്തത് റോയൽ കിച്ചണിലേക്കാട്ടോ പോയത്. എന്താ അല്ലേ, നമ്മളെ നാട്ടിലത്തെ ബിരിയാണി ചെമ്പിനെ പോലത്തെ ചെമ്പുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നല്ല വെയിറ്റ് ആണ്. ഇവിടുന്ന് ഏത് ഭാഗത്തു നിന്ന് നമുക്ക് ഫോട്ടോ വീഡിയോ എടുത്താലും അതൊക്കെ ഭംഗി തന്നെ പറയാട്ടോ. ഉണ്ണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവൾക്ക് ഇനിയും ഇതിൻ്റെ ബാക്കി കാണണം. ഇനി ജോധ്പൂരിലും ജയ്പൂരിലും ഒക്കെ പോകണം എന്നാണ് പറയുന്നത്. നമ്മൾ റോയൽ കാറൊക്കെ കണ്ടപ്പോൾ കാറിൽ വരുന്ന രാജാവിനൊക്കെ ആലോചിച്ച പോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ ആനപ്പുറത്ത് വരുന്ന രാജാവിനെയാണ് കേട്ടോ നമ്മൾ ആലോചിക്കുക. ഇവിടുത്തെ രാജാവ് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ഭാരത്തിൻ്റെ വെയിറ്റിനനുസരിച്ചുള്ള സ്വത്ത് പൊതുജനങ്ങൾക്ക് കൊടുക്കുമെന്നാണ് കേട്ടോ പറയണത്. ബാക്കി വരുന്ന സമ്പത്തുകൊണ്ടാണ് അത്ര ഈ കൊട്ടാരം ഇങ്ങനെ പിന്നെയും ഉണ്ടാക്കി വന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഈ കൊട്ടാരം ഇപ്പം എങ്ങനെയാണ് നമുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത്ര ഭംഗിയായിട്ടും വൃത്തിയായിട്ടും അവർ വെച്ചത് എന്നുള്ളത്. ഉദയ്പൂരിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പറയുന്നത് ടൂറിസം തന്നെയാണ് കേട്ടോ. അതവർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ സിറ്റി പാലസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളെ മനസ്സൊക്കെ നിറഞ്ഞു കേട്ടോ. മനസ്സ് നിറഞ്ഞതിൻ്റെ കൂടെ നമ്മുടെ ഫോണും അങ്ങോട്ട് നിറഞ്ഞിട്ടുണ്ട്. അതിലിനി സ്റ്റോറേജ് ഇല്ല, ഇനി ഇതൊക്കെ സെറ്റാക്കിയിട്ട് വേണം. മട്ടൻ ബിരിയാണി. ഞാനിവിടെ ഇതൊക്കെ കഴിച്ചിട്ട് ബ്രൗണി കഴിക്കുകയാണ് കേട്ടോ ഗൈസ്. കാണണ്ട ഗൈസ്, നല്ല ടേസ്റ്റുള്ള ബ്രൗണിയാണ്.